ബിഗ് ബോസ് മലയാളം സീസൺ 6 അർജുൻ ബ്രോ. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്? സോ ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തിയേക്കാം. സോ എന്തായാലും നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബിഗ് ബോസ് സീസൺ 6 റിലേറ്റഡ് ആയി വീഡിയോ ചെയ്തിട്ടുള്ള അർജുൻ ബ്രോയാണ്. സോ ഒബ്വിയസ്ലി അർജുൻ ബ്രോയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇന്നലെ ജിത്തു ജോസഫ് സാറ് ഒരു സിനിമയുടെ ഒരു പൂജാ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമുക്ക് അർജുൻ ബ്രോയിനെയും കാണാൻ പറ്റുമായിരുന്നു. സോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ആ ഒരു ലൈവും എപ്പിസോഡ്സും ഒക്കെ കണ്ടവർക്കറിയാം. ബിഗ് ബോസ് സീസൺ 6 ഒരു ഓഡീഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ജിത്തു ജോസഫ് സാറും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ സാറും കൂടി വന്നതും അതുപോലെ തന്നെ ഓഡീഷൻസ് നടത്തിയതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ കുറേ അതിനെപ്പറ്റിയൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ അതിൻ്റെ ഫിനാലെ വേദിയിൽ ലാലേട്ടൻ കൈ പിടിച്ചിട്ട് അടുത്തായിട്ട് ജിത്തു ജോസഫ് സാർ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു സിനിമയിലേക്ക് നമ്മുടെ അർജുൻ ബ്രോ സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കൈ പിടിച്ച് ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ സന്തോഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിൻ്റെ ഒരു പടി എന്നുള്ള അതാണെന്ന് തോന്നുന്നു. എനിക്ക് എക്സാക്ട്ലി അത്ര 100% ഉറപ്പില്ല, പക്ഷെ എന്നാലും ഒരു 90% അത് തന്നെ ആയിരിക്കാം. ആ ഒരു സംഭവത്തിൻ്റെ ഇതായിട്ട് ഒരു സിനിമ, പുതിയൊരു സിനിമ വരാൻ പോവുകയാണ്. മിറേജ് എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിയും അതുപോലെ തന്നെ അപർണ ബാലമുരളിയും നായികനായകന്മാരായിട്ടുള്ള സിനിമ, അതിൻ്റെ ഒരു പൂജ ഇന്നലെ നടന്നതായിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അർജുൻ ബ്രോയും ഉണ്ടാകും. സോ ഒബ്വിയസ്ലി ആ ഒരു സംഭവം തന്നെയായിരിക്കും ഇതെന്നുള്ള അർജുൻ ബ്രോയും ഈ ഒരു സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും മിറേജ് എന്ന് പറഞ്ഞാൽ മരീചിക എന്നുള്ള രീതിയിൽ അതൊരു പ്രതിഭാസം, ഒപ്റ്റിക്കൽ പ്രതിഭാസമാണ് ഈ മരീചിക എന്ന് പറയുന്നത്. നമ്മൾ ഈ റോട്ടിലൂടെയൊക്കെ പോകുമ്പം ആ ദൂരെ വെള്ളം കാണുന്ന പോലെ, അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വെള്ളം കാണുന്ന പോലത്തെ ഒരു സംഭവം, അതാണ് ആ പേര്. ആ പേര് എന്തുകൊണ്ടിട്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിഭാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇല്യൂഷൻ നമുക്ക് ആ ഒരു തോന്നി അങ്ങനെയൊക്കെ പോകുന്ന അതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും സംഭവമായിരിക്കും. സോ ജിത്തു ജോസഫ് സാറിൻ്റെ പടമാണല്ലോ, ഒബ്വിയസ്ലി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കൂമൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് ശേഷം ആ ഒരു ക്രൂ ഒന്നിക്കുന്ന സിനിമ എന്നുള്ള രീതിയിലും ഈ ഒരു സിനിമ എല്ലാവരും നോക്കി കാണുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ആസിഫ് അലിനെ അറിയാം. ആസിഫ് അലിയുടെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. അവസാനം വന്ന രേഖാചിത്രമാണെങ്കിലും സൂപ്പർ ഫിലിമായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഫിലിമായിരുന്നു. സോ നമുക്കൊരു അടിപൊളി സിനിമ തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു സിനിമയിലൂടെ നമ്മുടെ അർജുൻ ബ്രോ എൻട്രി കിട്ടുകയാണ്. നല്ലൊരു വേഷം തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ, നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റട്ടെ, അടിപൊളി ആവട്ടെ എന്നൊക്കെ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കാം. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയിലൂടെ അതിനു മുമ്പേ അർജുൻ ബ്രോ ഫേമസ് ആണെങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമുക്ക് തന്ന ഒരു എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനും ഈ എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. ബിക്കോസ് നമ്മൾ കീപ് ട്രൈയിങ് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പരിശ്രമിച്ചാൽ നമുക്കൊരു ദിവസം വിജയം ഉണ്ടാവും എന്നുള്ള രീതിയിൽ പുള്ളി തന്നെ പുള്ളിയുടെ ആ ഒരു ഇതിൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ എന്തായാലും നമുക്ക് ഈ ഒരു സംഭവത്തിൽ, അതായത് മിറേജ് എന്ന് പറയുന്ന സിനിമയിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ, ആ സിനിമ വൻ വിജയമായി തീരട്ടെ എന്നൊക്കെ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാം. പിന്നെ ആ ഒരു സിനിമ മിറേജ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ആ പേരിൽ തന്നെ വേറൊരു സിനിമയും കൂടി 2018 റിലീസായി എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് ആ പേരിൻ്റെ അർത്ഥം തപ്പിപ്പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇതിനകത്ത് പേടിഎമ്മിൽ അതിൻ്റെ ഒരു സിനോപ്സ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ മിറേജ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു ഇത് എന്നുള്ള രീതിയിൽ എന്താണ് അതിൻ്റെ കഥ എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ പോർഷൻ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രിയ എ സിംഗിൾ മദർ വിത്ത് ആൻ ഇൻഫൻറ്റ് ആൻഡ് കിഷൻ എ ബ്രോക്ക് മാൻ സീക്കിംഗ് വർക്ക് മൈഗ്രേറ്റ് ടു കൊൽക്കത്ത ഇൻ സെർച്ച് ഓഫ് എ ബെറ്റർ ലൈഫ് എന്നുള്ള രീതിയിലാണ് കൊൽക്കത്തയിലേക്ക് പോകുന്ന 2 പേര്. ആ 2 പേരുടെ കഥ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് മിറേജിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. കാസ്റ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി വരാനുള്ളത്, അതിന് പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഒബ്വിയസ്ലി ഇനി ഒരുപാട് കാര്യങ്ങളും എല്ലാം വരാനുള്ള ഒരു ഇതാണ്. സോ എന്തായാലും അടിപൊളി ഒരു സിനിമ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.